നോക്കില്ലോ. ഇത് വേറൊന്നുമല്ല, കർണാടകയിലുള്ള നാഗർഹോളെ ടൈഗർ റിസർവ്. അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ കടുവാ സങ്കേതം ആണ് ഈ നാഗർഹോളെ ടൈഗർ റിസർവ്. നമ്മുടെ രണ്ടാമത്തെ സഫാരി രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അവിടെ നിന്ന് ഓടിപ്പിടിച്ച് കയറിയുകൊണ്ട് അവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇന്നലെ പോയ സോണല്ല, ഇത് സോൺ എ. നമ്മൾ ഇന്നലെ പോയ സോൺ ബി ആണ്. ഇന്ന് സോൺ എയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയാണ് മൊത്തത്തിൽ 2 സഫാരി കിട്ടുന്നത്. ബാക്കി നമുക്ക് കയറിയിട്ട് കണ്ടിട്ട് പറയാം. പ്രതീക്ഷയുടെ അമിതഭാരവും നെഞ്ചിലേറി കബനിയിലെ രണ്ടാമത്തെ സഫാരിയാണിത്. കബനി സഫാരിക്ക് വരുമ്പം എല്ലാവരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ 140 പരം കടുവകളുള്ള ഈ കാട്ടിൽ നിന്ന് ഒരു കടുവയെങ്കിലും നേരിട്ട് കാണണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് തലങ്ങും വിലങ്ങും സോണുകളൊക്കെ മാറി നമ്മൾ സഫാരിക്ക് പോകുന്നത്. കടുവയെ കണ്ടില്ലെങ്കിൽ ആ ഒരു സഫാരി പൂർത്തിയായിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നതും. ഇന്നലെ പോയതൊന്നുകൂടെ ഇച്ചിരി വലിയ വഴിയാണല്ലോ, ഇത് കുറച്ചുകൂടെ ഇടുങ്ങിയ വഴിയായിട്ട്. കുറച്ച് ലവന്മാര് നിൽക്കുന്നുണ്ട്. കബനി എന്ന് വിളിപ്പേരുള്ള നാഗർഹോളെ ടൈഗർ റിസർവിലെ ഈ കാട്ടിലൂടെയുള്ള യാത്രയും മൃഗങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ പ്രത്യേക ഒരു മൂഡാണ്. വാച്ച് ടവർ ആയിരിക്കും അല്ലേ? മഴയൊക്കെ കഴിഞ്ഞ ചെറിയൊരു സീസൺ ആയതുകൊണ്ട് നല്ല പച്ചപ്പും ഹരിതാപയും ഊഷ്മളതയൊക്കെ വാരി വിതറിയൊരു യാത്രയായിരുന്നു. രാവിലെ എന്തോ തപ്പി നടക്കുവാണ്. ആദ്യത്തെ സഫാരിയിലൊക്കെ വരുമ്പം മാൻകൂട്ടങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് വണ്ടിയൊക്കെ നിർത്തി നോക്കും. പിന്നീട് അതങ്ങ് സ്ഥിരം കാഴ്ച ആയതോടെ അതിലുള്ളൊരു ത്രില്ലങ്ങ് പോവും. കണ്ടോ എന്നിലൂടെ അങ്ങോട്ട് ഓടുന്നു. ഇന്നലെ ഇല്ലാത്ത പുതിയൊരു കാഴ്ച ഇന്നത്തെ സഫാരിയിൽ കിട്ടിയത് കാട്ടുപന്നികളാണ്. അവിടെ എല്ലാവരും ഓടുന്നുണ്ടോ? എന്താ ഓട്ടം മാത്രമേ ഉള്ളത്? രാവിലെ എനിക്ക് ജോഗിങ്ങിന് പോകുന്നതാണ്. ഈ മീറ്റിംഗ് കോൾ വിളിച്ച ഏത് മാനാന്ന് ആർക്ക് ആ മാൻ എങ്ങനെ മനസ്സിലാവുക? അത് അങ്ങനെ ഒന്നും കാണില്ല. എവിടെയെങ്കിലും കയറായിരിക്കും. ഇവർക്ക് കിട്ടിയുള്ളൂ അങ്ങനെ സെറ്റപ്പ് ഒന്നും കാണില്ല. ഒരു ആനയെ പോലെ ഒന്നും കണ്ടിരുന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സവാരി പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന ഡ്രൈവർ അല്ലെങ്കിൽ ഗൈഡ് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി നല്ലൊരു പരിജ്ഞാനം വേണം. കാര്യം ഈ ആനിമൽ മൂവ്മെന്റ് വെച്ചിട്ട് അവയെ സ്പോട്ട് ചെയ്യാന്ന് വെച്ചാൽ അതൊരു പ്രത്യേകതരം സ്കില്ലാണ്. ഇന്നലത്തെ സഫാരിയിൽ നമ്മൾ ലെപ്പാർഡിനെയൊക്കെ സ്പോട്ട് ചെയ്ത് അങ്ങനെയാണ്. അങ്ങ് ദൂരെ ഒരു മരത്തിൽ തിരിഞ്ഞിരുന്ന ലെപ്പാർഡിനെ നമ്മുടെ ഡ്രൈവറാണ് സ്പോട്ട് ചെയ്തത്. പിന്നെ ഈ പോകുന്ന വഴിക്ക് ഈ സഫാരിക്ക് വരുന്ന വണ്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം അവിടെ ഏതെങ്കിലും ആനിമലിനെ കണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു സന്ദേശം കൈമാറുന്നതാണ്. അത്രയും ദൂരം പോലും നടത്തത്തില്ല. ഇല്ല, റിസ്ക് അല്ലേ? അത്രയും ദൂരം ഒരെണ്ണം പറന്നൊന്ന് കടിച്ചോണ്ട് പോയാൽ പോരെ? കാടിന് നടുക്ക് ഭയങ്കര റിസ്ക് അല്ലേ അതല്ലേ? കാടിന് നടുക്ക് ഇവര് വാഷ്റൂം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. We can put show me how it looks like. Yeah. It's a zoom lens. So you can see and see. Let's say this. See. It just zooms in. സോണയെ നമുക്ക് ഇച്ചിരി നിരാശ സമ്മാനിച്ചിരിക്കുകയാണ് ഇതുവരെ. എല്ലായിടത്തും ഈ എന്താണ് മാൻകുട്ടികളുള്ളതുകൊണ്ട് ഇവിടെ ടൈഗർ ഒന്നും ഇല്ലെന്നാണ് ഇവർ പറയുന്നത്. മേ ബി ഒരു ദിവസം ഉണ്ട്, നോക്കാം. നമുക്ക് മറ്റേ ജീപ്പ് സഫാരി കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം അവരോട്. അതാകുമ്പോൾ കുറച്ചുകൂടി ഇവർ എനിക്കൊന്ന് ഉള്ളിലോട്ട് ഉച്ചയ്ക്ക് പോയിട്ടെ ചിലപ്പോൾ കിട്ടിയായിരിക്കും, എന്നാലും പറഞ്ഞാലേ. പിന്നെ ഏറ്റവും കൂടുതൽ കടുവകളെ കാണാൻ പ്രതീക്ഷ നൽകുന്ന ഒരു സ്ഥലമാണ് ഈ വെള്ളക്കെട്ടുകൾ അല്ലെങ്കിൽ ചെറിയ പോണ്ടുകളൊക്കെ. കടുവ വെള്ളം കുടിക്കാൻ വേണ്ടിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നിർത്തിയിട്ടൊന്ന് നോക്കും. പിന്നെ കൂടുതൽ മാനുകളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആണെങ്കിൽ അവിടെ വരാൻ ചാൻസ് കുറവാണെന്നാണ് ഇവർ പറയുന്നത്. എന്താണ് സന്തോഷമില്ലാത്ത? നമ്മളൊരു സവാരിക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും കാണണ്ടേ? ഒന്നും കണ്ടില്ല.
അതല്ലോ നല്ല ഉറക്കം വരുന്നുണ്ട്. അതൊന്നും കാണാത്തോണ്ട് ഒരു ആവേശം തരുന്ന വ്യൂ ഒന്നും ഇല്ലാത്തോണ്ടാ. അപ്പോൾ ഇത് രണ്ടും എക്സ്പെക്ട് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സഫാരികളും ഉണ്ടാവും. അത് ആക്ച്വലി പ്ലാൻ ഫോർ 2 days, അതാണ് ബെറ്റർ. ഈ പറഞ്ഞ അങ്ങനെ 4 ട്രിപ്പിൽ നമ്മൾ ഇന്നലെ വന്നപ്പോഴത്തേക്കും അത്രയും വ്യൂസ് കണ്ടില്ലേ? അത് ഇന്നലെ കണ്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് മേ ബി ഇത് കുറച്ചൊന്ന് എക്സൈറ്റിംഗ് ആയിരുന്നു. ഇന്നലെ വന്നപ്പോഴേ അത്രയും ആനയും കാട്ടുപോത്തിനെയൊക്കെ കണ്ടിട്ട് ഇത് വെൽക്കമിങ് ആയിരുന്നു അല്ലേ? അതെ, കുഴപ്പമില്ല. നമുക്ക് വൈകിട്ടൊന്നുകൂടെ പിടിക്കാം. വൈകിട്ട് നമുക്ക് പറ്റുന്ന ജീപ്പ് നോക്കാം. നാളെ രാവിലെ ഒന്നുകൂടെ പിടിക്കാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സഫാരി, മോർണിംഗ് സഫാരി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തി. എക്സൈറ്റിംഗ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇനി നമുക്ക് 2 സഫാരിയും കൂടെ ഉണ്ട്. ഇനി നമുക്ക് ഈ ജംഗിൾ ലോഡ്ജ് റിസോർട്ടിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് നടന്ന് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ജംഗിൾ ലോഡ്ജ് റിസോർട്ടിൻ്റെ പാക്കേജും ഡീറ്റെയിൽസും ഒന്ന് പറയാൻ നിർത്തും. അതായത് ഇവിടെ മൊത്തം 4 ടൈപ്പ് ഓഫ് പാക്കേജ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രീമിയം എന്ന് പറഞ്ഞാൽ മഹാരാജാസ് പാക്കേജാണ്. മഹാരാജാസ് പാക്കേജിൽ നിങ്ങൾക്ക് 16,000 രൂപയൊക്കെ പെർ ഹെഡ് ആവറേജ് വരും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ജീപ്പ് സഫാരി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടില്ലേ, ചെറിയ ഓപ്പൺ ജീപ്പ്, അങ്ങനത്തെ 2 സഫാരീസ് ആയിരിക്കും ഈ മഹാരാജാസ് പാക്കേജിലുള്ളത്. പിന്നെ അതിൻ്റെ താഴെയുള്ളതാണ് വൈസ്രോയ് പാക്കേജ്. വൈസ്രോയിൽ ബസ് റൈഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ടൊരു ബോട്ട് റൈഡും ഉണ്ടാകും. ഇപ്പം ബോട്ട് നമ്മളിപ്പോൾ വന്ന സമയത്ത് ഇല്ലാത്തതുകൊണ്ട് അവർ അഡീഷണൽ ആയിട്ട് ഒരു റൈഡ് ജീപ്പ് കൊടുക്കുന്നുണ്ട് വൈസ്രോയ്ക്ക്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 13,000 ഒക്കെ വരും പെർ ഹെഡാണ് ഇത്. പിന്നെ ഉള്ളത് അതിൻ്റെ താഴെ ടെൻറ്റ് സ്റ്റേ ഉണ്ട്. ടെൻറ്റ് സ്റ്റേ എന്ന് പറഞ്ഞാൽ 11,500 ആണ് പെർ ഹെഡ് വരുന്നത്. അതിലും ഈ സെയിം ഒരു ബസ് റൈഡും ഒരു ബോട്ട് റൈഡുമാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ബോട്ടില്ലാത്തതുകൊണ്ട് അതിനും 2 ബസ് റൈഡാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയുള്ളതാണ് ഡോമെട്രി. ഡോമെട്രിയിലാണ് നമ്മൾ കിടന്നത്. ഡോമെട്രി ഏകദേശം 8,000 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്, ഇൻക്ലൂഡിങ് GST ആണ്. അതിൽ നമുക്ക് ഈ പറഞ്ഞ സ്റ്റേ, 3 നേരത്തെ ഫുഡ് കാര്യങ്ങൾ, 2 സഫാരിയും വരുന്നുണ്ട്. ബസ് സഫാരിയാണ്. അത്രയാണ് ഇതിൻ്റെ പാക്കേജ് ഡീറ്റെയിൽസ്. ഇപ്പോൾ ഈ JLR എന്ന് പറഞ്ഞാൽ പണ്ട് മൈസൂർ രാജഭരണ കാലത്തൊക്കെ അവിടുത്തെ രാജാക്കന്മാരൊക്കെ വേട്ടയ്ക്കൊണ്ട് വന്നിരുന്ന ഒരു ഇടത്താവളമാണ്. അവരുടെ ഒരു താവളമാണ് ഇന്ന് റെനോവേറ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയേക്കുന്നത്. അപ്പോൾ JLR ശരിക്കും ഗവൺമെൻറ് തന്നെ നടത്തുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇവിടെ വരുന്നതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ പിന്നെ പാസ് എടുക്കാനോ ബാക്കി കാര്യങ്ങൾക്കൊന്നും ബോദർ ചെയ്യേണ്ട. ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓൾറെഡി എല്ലാം ഇൻക്ലൂഡാണ്. ഈവൻ നമ്മുടെ ക്യാമറ ഫീസ് പോലും നമുക്ക് ഇവിടെ പേ ചെയ്താൽ മതി. ചെക്ക് പോസ്റ്റിലോ അവിടുത്തെ കാര്യങ്ങളോ അവരുമായിട്ട് നമുക്കൊരു ഇൻട്രാക്ഷൻ വരുന്നില്ല. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുമായിട്ട് നമുക്കൊരു ഇൻട്രാക്ഷൻ വരുന്നില്ല. എല്ലാം ഇവിടെ തന്നെ ഇൻക്ലൂഡാണ്. പിന്നെ 3 നേരത്തെ ഫുഡുണ്ട്. ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇത്രയും ഇതിൽ ഇൻക്ലൂഡാണ്. എല്ലാ പാക്കേജിലും ഉണ്ട്. 3 ടൈംസ് ഫുഡ് നല്ല ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി ഫുഡാണ്. 3 ടൈംസ് ബുഫേ ആണ്. അപ്പം ആ കാര്യത്തിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ JLR എടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വരുവാന്നാണ്. അത് കുറച്ച് എക്കണോമിക്കലായിട്ട് നമുക്ക് വരാൻ പറ്റും. പക്ഷേ അതിൻ്റെ അകത്ത് കുറച്ച് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ JLR ആകുമ്പോഴത്തേക്കിനും ഈ വണ്ടിക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. ഇപ്പോൾ ഫോറസ്റ്റിലൊക്കെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോകാനും നമ്മൾക്ക് ഒരു ആനിമൽ സൈറ്റിംഗ് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞ് നിർത്താനൊക്കെ ഉള്ളൊരു എന്താ പറയുന്നത്, അങ്ങനത്തെ ഒരു പ്രിവിലേജ് ഉണ്ട്. ഇപ്പോൾ ബാക്കി സഫാരിക്ക് അത്ര ഇല്ല. അതാണ് എൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഈ ഒരു സഫാരി അല്ലെങ്കിൽ JLRൻ്റെ സംഭവങ്ങൾ ബുക്ക് ചെയ്യണമെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റായ ജംഗിൾ ലോഡ്ജ് റിസോർട്ടിൽ കയറിയാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ പാക്കേജും റേറ്റും എന്തൊക്കെയാണ് അതിൻ്റെ അത് ഇൻക്ലൂഡഡ് എല്ലാം കാണാൻ പറ്റും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് സഫാരി ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് വേണം പാക്കേജ് എടുക്കാനായിട്ട്. ബസ്സിൽ പോകണോ, ജീപ്പിൽ പോകണോ, ബോട്ട് വേണോ, അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രമേ ബുക്ക് ചെയ്യാവുള്ളൂ. ഓക്കെ, ഡോമെട്രി പാക്കേജൊക്കെ ഡീസൻ്റ് ആണ്. ഫുഡ് എല്ലാവർക്കും കോമൺ ആണ്. പക്ഷേ ഈ അക്കോമഡേഷനിൽ മാത്രമേ ഉള്ളൂ ചെറിയ ഡിഫറൻസ്. പിന്നെ ഈ പോകുന്ന സഫാരി, അതായത് സഫാരി പോകുന്ന വണ്ടിയുടെ ആ ഒരു സെറ്റപ്പ്, അതിൽ മാത്രമേ ഉള്ളൂ ഈ പാക്കേജിൽ വലിയ ഡിഫറൻസ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ മസാജ് സെൻ്റർ ഉണ്ട്, വൈൻ പാർലറുണ്ട്, അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയൊരു സെറ്റപ്പാണ്. പിന്നെ പൊതുവേ ഇത് ബുക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാകും, ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് ഇതിന് വരണമെന്നുള്ളത്. അത് ഡിപ്പെൻസ് ആണ്. ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. നമ്മളിപ്പോൾ നോർമൽ ഒരു സഫാരിക്ക് വരുവാണെങ്കിൽ വീക്ക് ഡേയ്സ് ആണെങ്കിൽ 600 രൂപയാണ് ഒരു സഫാരിക്ക്. ഫോറസ്റ്റ് നാഗർകോള ടൈഗർ റിസർവിൻ്റെ ഓഫീസ് മുഖാന്തരം നമ്മൾ വരുവാണെങ്കിൽ 600 രൂപയാണ് വീക്ക് ഡേയ്സിൽ ഒരു സഫാരിക്ക്. പിന്നെ 450 രൂപയാണ് വീക്കെൻഡ്സിൽ. അതിന് പക്ഷേ 1.5 മണിക്കൂറേ കാണുള്ളൂ. വീക്ക് ഡേയ്സ് ആണെങ്കിൽ 3 മണിക്കൂർ സഫാരി ഉണ്ട്. അപ്പം അങ്ങനെ കണക്കൂട്ടി നോക്കുമ്പം ഇച്ചിരി ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല. നേരത്തെ സഫാരി ബുക്ക് ചെയ്യുകയോ അങ്ങനത്തെ അക്കോമഡേഷൻ കിട്ടുമോ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട. അതാണ് ഇതിനകത്തുള്ളൊരു മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ കുറച്ച് പ്രിവിലേജാണ് ഈ JLRൻ്റെ സഫാരി. കാര്യം നമ്മൾ പോയിട്ടുള്ളതിൽ ഞാൻ ബന്ദിപ്പൂർ പോയിട്ടുണ്ട്, മുതുമല, മസനഗുഡി, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സഫാരീസൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു സെറ്റപ്പ് അല്ല ഇവിടെ. ഭയങ്കര ഒരു വൈൽഡ് ഫീൽ നിങ്ങൾക്ക് കിട്ടും. പല സോണിൽ പോകുമ്പോൾ പല
ടൈപ്പ് ഓഫ് കാടുകളാണ്. അത് നേരത്തെ പറഞ്ഞല്ലേ ഇവർക്ക് സ്പെഷ്യൽ ആക്സസ് ഉള്ളതുകൊണ്ട് ഇവർ മാക്സിമം ഉള്ളിലേക്ക് നമുക്കറിയാത്ത ഏരിയയിൽ കൂടെയും ഐ മീൻ നമുക്കൊന്നും അറിയില്ല എന്നിരുന്നാലും ഉള്ളിൽ കൂടെ കുറേ വഴികളിലൂടെ ഇവർ കൊണ്ടുപോകും, ഇവർക്ക് മാത്രം ആക്സസ് ഉള്ളത്. അപ്പം എന്താ വെച്ചാൽ ആനിമൽ സ്പോട്ടിങ് ഭയങ്കര ഒന്നുകൂടെ പ്രോബബിലിറ്റി കൂടുതലാണ്. പിന്നെ ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അന്ന് രാവിലെയും വൈകിട്ടും കണ്ട ആനിമൽസിനെയൊക്കെ. നമ്മൾ കടുവയെ കണ്ടിട്ടില്ല, പക്ഷെ ആ ബോർഡിൽ കണ്ടിട്ടുണ്ട്. നമുക്ക് ഹോപ്പ്ഫുള്ളി ഇപ്പോൾ ഒരു നമ്മൾ സഫാരിക്ക് പോവാണ്, അല്ലെങ്കിൽ നാളെ രാവിലെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് ധന്യമായി. ഈ JLR പാക്കേജിൽ 2 സഫാരി ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റോഡിൽ നമ്മൾ പോയ റോഡിൽ കൂടെ പോയിട്ട് ഫോറസ്റ്റിൻ്റെ അകത്ത് കയറിയിട്ട് ആനിമൽസിനെ കാണാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഈ കബനി റിവറിലൂടെ അല്ലെങ്കിൽ ഈ കബനി ഡാമിൻ്റെ റിസർവയറിലൂടെ ബോട്ടിൽ പോയിട്ടും കാണാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം കുറവായതുകൊണ്ട് ഈ മരത്തിൻ്റെയൊക്കെ വേരിങ്ങനെ താഴെ നിന്ന് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ബോട്ടിൻ്റെ അടിയിടിക്കും. അതുകൊണ്ട് ഇപ്പം എന്താണ് നമുക്ക് വെള്ളത്തിൽ കൂടെ പോയിട്ടുള്ള ഒരു 3 മണിക്കൂറത്തെ സഫാരി നടക്കത്തില്ല. അതിന് പകരമായിട്ട് ഇവിടുത്തെ ചെറിയ ബോട്ടിൽ കയറിയിട്ട് വെള്ളപ്പരപ്പിലൂടെ നമ്മൾ കുറച്ച് നേരം കൊണ്ടുപോകും, ഒരു 3/4 മണിക്കൂർ. അതാണ് ഇപ്പോൾ ഉള്ളൊരു ഓപ്ഷൻ. ജോളി റൈഡ് എന്നാണ് അതിൻ്റെ പേര്. കഴിഞ്ഞെന്ന് തോന്നുന്നു, നോക്കാം. ഈ കബനി സഫാരി ഇത്ര ഫേമസ് ആകാൻ കാര്യം എന്താ അറിയാമോ? ഈ കബനി റിവറും ഈ കബനി ഡാമിൻ്റെ റിസർവയറും ഒക്കെ ആയിട്ട് ഇവിടെ ഓൾ ടൈം വെള്ളം കാണും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബന്ദിപ്പൂര് അല്ലെങ്കിൽ മുതുമല ആ ഒരു കാട്ടിൽ നിന്നൊക്കെ വേനൽക്കാലമൊക്കെ ആകുമ്പോഴത്തേക്കിനും ജീവികളൊക്കെ ഇവിടെ വരും. അപ്പം ഈ സമ്മർ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആനകൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു കാടാണ് നാഗർഹോള ടൈഗർ റിസർവ്. പിന്നെ ഈ ഒരു ബോട്ടിൽ പോകുമ്പോഴത്തേക്കിനും ഈ ടൈഗറൊക്കെ വന്ന് വെള്ളം കുടിക്കുന്ന സെറ്റപ്പൊക്കെ കാണാൻ പറ്റും. പിന്നെ പണ്ട് നമ്മുടെ മൈസൂർ വയനാടല്ലേ, മൈസൂരിൽ നിന്ന് വയനാട് പോകുന്ന ഹൈവേ ഈ വഴിയായിരുന്നു. അതീ പറഞ്ഞ കബനി ഡാം പണിഞ്ഞപ്പോഴത്തേക്കിനും ആ വഴിയൊക്കെ പോയി. അതാണ് പിന്നെ നമ്മുടെ ആ മാവാലി ചെക്ക് പോസ്റ്റൊക്കെ വഴികൾ ആ വഴിയാക്കിയത്. ഇതിപ്പം നമുക്ക് ബോട്ടിൽ പോകുമായിരുന്നെങ്കിൽ ആനിമൽസിനെ കാണാൻ പറ്റുമായിരുന്നോ? ബോട്ട് സഫാരി ഇല്ലല്ലോ. അല്ല, സഫാരി ഉള്ള സമയത്ത് ഇഷ്ടം പോലെ ആനിമൽസിനെ കാണാം. ഞാൻ കാണിച്ചു തരാം. ഈ റോഡിൽ കൂടെ പോകുന്നതാണോ ബോട്ടിൽ പോകുന്നതായിരുന്നോ നല്ലത്? 2 നല്ലതാണ്. മോർ പ്രെഡിറ്റർ ആനിമൽസ് മോർ ചാൻസ് ലാൻഡ് സഫാരി. ടൈഗറിനെ കൂടെ നമ്മൾ ഇന്നലെ സഫാരിക്ക് പോയപ്പം ആന കാട്ടുപോത്തൊക്കെ കണ്ടു, ടൈഗറിനെ കണ്ടില്ല. ലെപ്പേർഡിന്റെ ഒരു ഭാഗവും കണ്ടു. അത് ചില സമയത്ത് നല്ല സെറ്റിംഗ് ഉണ്ടാവും. ചില സമയത്ത് ഇത് എന്താന്ന് വെച്ചാൽ ഇത് നാച്ചുറൽ ഫോറസ്റ്റ് അല്ലേ, അന്ന് ഇത് ഫോറസ്റ്റ് ഏരിയ അല്ലേ, ജൂ അല്ലല്ലോ. എപ്പോഴാ ഏത് സമയത്ത് സൈറ്റിംഗ് ഉണ്ടാകുന്ന അറിയില്ല. ഭാഗ്യം പോലെ. നമ്മുടെ ട്രിപ്പിലെ ഫസ്റ്റ് മലയാളി ഗസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചേക്കാണ്. എവിടെ പോലും കിട്ടും. സോ ഹി ഈസ് ഫ്രം Trivandrum. Yes. Okay, nice to meet you, sir. ഞങ്ങളുടെ 3ാമത്തെ സഫാരി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവിടുന്ന് വൈകിട്ടാണ് കേട്ടോ. അതേ ബസ് നമ്മൾ ആദ്യം മുതൽ കയറിയ ബസ് തന്നെ. KA04. ഇന്നത്തെ രാവിലത്തെ സഫാരി നമുക്ക് അത്ര ഒരു സെറ്റപ്പ് ആകാത്തതുകൊണ്ട് ഇതിൽ ഞങ്ങൾ കുറച്ച് പ്രതീക്ഷയോടെ കയറാൻ പോകും. രാവിലത്തെ സെറ്റപ്പ് ആകാൻ ചേട്ടാ സംഭവം എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മളെ കിട്ടില്ലനായിട്ട് അങ്ങോട്ട് വെൽക്കം ചെയ്ത് നമ്മൾ ഓടി പിടിച്ച് അല്ല ഭയങ്കര എക്സ്പെക്ടേഷൻ ഇന്ന് രാവിലെ എന്തായാലും കിട്ടുന്നുള്ളൊരു സാധനം. അതാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ ഓടിപ്പിടിച്ചു ധൃതിയിൽ വണ്ടിയിലൊക്കെ കയറി ക്യാമറ ഒക്കെ എടുക്കാൻ സമയമില്ലാതെ ആകപ്പാടെ അലുകുലുത്ത് സെറ്റപ്പിലാണ് കയറി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നപ്പം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആന കാട്ടുപോത്തിന്റെ. അപ്പം നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ അങ്ങനെ സെറ്റായി. കാര്യം അടിപൊളിയായിരിക്കും, ഇനി ഫുൾ ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ആ ട്രിപ്പിൽ കുറേ ആനിമൽസിനെ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്നും കാണാനും പറ്റിയില്ല. മേ ബി ഇത് ഒരു അടിപൊളി ട്രിപ്പാകട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് സ്വയം പ്രത്യാശിച്ചുകൊണ്ട് നമ്മൾ കയറുവാണേ. ഇന്ന് എന്തായാലും കാണണോടാ, ടൈഗറിനെ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയാവും. കണ്ടില്ലെങ്കിൽ ചെറിയ വിഷമാവും. എന്നാലും നമ്മൾ നാളെ രാവിലത്തേക്ക് വേണ്ടി ആ ഒരു ഹോപ്പ് മാറ്റി വയ്ക്കുമോ? അതെ, ക്യാമറയുടെ കാര്യം പറഞ്ഞല്ലോ. അതായത് 70mm കൂടുതൽ ഫോക്കൽ ലെങ്ത് ഉള്ള എല്ലാ ലെൻസും നമ്മൾ പൈസ അടയ്ക്കണം. അത് ഓരോ കാറ്റഗറി കേട്ടോ. നമ്മുടെ ഇരിക്കുന്നത് 100-400 100-400 1000 രൂപയും GST. അതായത് 1180 രൂപ ഒരു സഫാരി കിടക്കണം. ഓർത്ത് നോക്കി. അപ്പോൾ 4 സഫാരി പോകുമ്പം ഈ ലെൻസിന് വേണ്ടി തന്നെ നമ്മൾ 5000 രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു കത്തിയാണ്. അത്രയൊക്കെ ചാർജ് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമല്ലേ? അല്ല, നിങ്ങൾ വിചാരിക്കരുത് യൂട്യൂബിൽ നിന്ന് കുറെ ഉണ്ടാക്കിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നതെന്ന്. ഉണ്ടാക്കി തുടങ്ങിയിട്ടില്ല. എനിക്കൊരു ആഗ്രഹം. അതെ. പിന്നെ 500mm മുകളിലാണെങ്കിൽ, അതായത് 200-600mm ഒക്കെ ഉള്ള ലെൻസ് ആണെങ്കിൽ 1500 GST വരും. അപ്പോൾ 1750 രൂപയ്ക്ക് ഒരു സഫാരിക്ക് ലെൻസിന് മാത്രം നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ശകലം കത്തിയാണ് കേട്ടോ. പിന്നെ എല്ലാവരും കൊടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഈ കബനി ട്രെക്കിങ് പൊതുവെ ഭയങ്കര
ഹോപ്പുള്ളൊരു സഫാരിയാണ്. നമുക്ക് ടൈഗറിനെയൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കണ്ടിട്ടേ തിരിച്ചു വരാൻ പറ്റുള്ളൂ, അങ്ങനത്തെ സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പൈസ നോക്കാതെ മിക്കവരും കൊടുക്കും. നമ്മളും അങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും നോക്കാം. അങ്ങനെ വീണ്ടും പ്രതീക്ഷയൊക്കെ ആയിട്ട് സഫാരി നമ്പർ 3. ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് നമ്മൾ പോകുന്നത് ബി സോണിലോട്ടാണ്. ഇന്ന് രാവിലെ നമ്മൾ പോയത് എ സോണിലാണ്. ഈ എ സോൺ ബി സോൺ എന്നൊക്കെ നിങ്ങൾ കേട്ടല്ലോ, അത് ഇത്രേ ഉള്ളൂ. ഈ കാടിനെ പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബഫർ സോണും ഉണ്ട്, കോർ സോണും ഉണ്ട്. How many tigers are there in this forest as of latest census? 140. Oh. കോർ സോണിലേക്ക് നമുക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോറസ്റ്റുകാർക്ക് പോലും എൻട്രി ഇല്ല. അതിനൊക്കെ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് വേണം കോർ സോണിലോട്ട് കയറി പോകാനായിട്ട്. 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. ബഫർ സോണിലൂടെയാണ് നമ്മൾ ഈ യാത്ര തിരിക്കുന്നത്. അപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ബഫർ സോണിനെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് എ സോണ്, ബി സോണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ സഫാരിക്ക് വരുമ്പോഴത്തേക്കിനും 2 സഫാരി ആയിട്ടാണല്ലോ JLR തരുന്നത്. അപ്പോൾ രാവിലെ എ സോൺ ആണെങ്കിൽ വൈകിട്ട് ബി സോൺ. അങ്ങനെ ആയിരിക്കും ഇവർ ഈ സഫാരി സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. സോഫാർ കരമുഞ്ചൽ. നമുക്കറിയത്തില്ല ഇനി എന്താവും. 5 ആനകളെ കണ്ടതല്ലാതെ നമ്മളൊന്നും കണ്ടില്ല. ഇനി ആനകളെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല ഞങ്ങൾ കേട്ടോ. ആന കാട്ടുപോത്ത് ഒഴിവാക്കി വിട്ട കേസാ. What is that eagle? Serpent eagle. Serpent eagle. Serpent. ഒറ്റയാൻ സിംഗിളാനാണ്. ഒറ്റയാൻ. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ആനകളെയാണ്. അതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നില്ല, ആനകൾ കൂടുതലും ഇവിടെ എത്താനുള്ള കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വയനാട്, ബന്ദിപ്പൂര്, മുതുമല എന്നീ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആനകളും അവിടുത്തെ ജീവികളൊക്കെ സമ്മറായി കഴിയുമ്പോഴത്തേക്കിനും ഈ കബനി നദിയിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ എത്തും. അങ്ങനെ സമ്മറിലൊക്കെ വരുവാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകളെ കൂട്ടമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കബനി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ നാഗർകോള ടൈഗർ റിസർവ്. ഈ കബനിയിൽ സോൺ എയും സോൺ ബിയും തമ്മിൽ ആന ആടും പോലത്തെ വ്യത്യാസമുണ്ട് കേട്ടോ. രണ്ട് തരത്തിലുള്ള ലാൻഡ്സ്കേപ്പാണ്. ഈ സോൺ ബിയിൽ വരുമ്പോഴത്തേക്കിനും ഇവിടെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ളൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചെങ്കിൽ കയറി വരുമ്പോഴത്തേക്കിനും ഇവിടെ വലിയൊരു തടാകം പോലെ ഉണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ ബന്ദിപ്പൂരും മുതുമലയും പിന്നെ നമ്മുടെ ഈ നാഗർഹോളും ഒക്കെ കൂടെ കൂടിച്ചേരുന്ന ഈ 3 ഫോറസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ഭയങ്കര മൈതാനം പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവർ എ സോണിൻ്റെ അടുത്തൂടെയുള്ള വേറെ ഏതൊരു സോണിലോട്ടാണ് പോകുന്നത്. എ സോൺ നമ്മൾ കഴിഞ്ഞ സൈഡിലല്ലേ കയറി. മേ ബി ഇതും എ സോൺ എന്നായിരിക്കും പറയുന്നത്. ഇന്നലെ 2 മണിക്കൂർ അല്ല 3 മണിക്കൂർ നമ്മൾ ബി സോണിലായിരുന്നു. ഇപ്പം 2 മണിക്കൂർ കൊണ്ട് ആ ഏരിയ കവർ ചെയ്തിട്ട് ഇപ്പം വേറൊരു ഏരിയയിലോട്ട് പോവുക. അതിനെപ്പറ്റി വലിയ അതുകൊണ്ട് അടിച്ചു പിന്നിക്കാണ് വരിക. എന്തെങ്കിലും സാധ്യത ഉണ്ടോ നോക്കിയിട്ടേ. അതെ നോക്കാം. 1 മണിക്കൂർ ഇന്നത്തെ ദിവസം തീരുമാനമാകും. കിട്ടി പോയാൽ പോയി. ഒരു സഫാരിയും കൂടെ പെൻഡിങ് ഉണ്ട്. അതിലെങ്കിലും നോക്കാം എന്തെങ്കിലും നടക്കുമോ. ഒരു ജമ്പ് കൂട്ടാ ചടിക്കോ. കാടും കാട്ടുപോത്തും കാട്ടുചോലകളും കാട്ടുമരങ്ങളും ഇടതോർന്ന് നിൽക്കുന്ന കബനിയിലെ കാട്ടിലൂടെ ഞാനും സ്ത്രീക്കുട്ടനും കടുവയെ കാണാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. കടുവയും ഇന്നൊരു ബെടുവയും ഇല്ലെന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ഒരു മണ്ണും കിടക്കലേ. ഇടയ്ക്കൊരു പുലി ഒരു മാനിനെ പിടിക്കുന്നു. അത്രയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ, അല്ലാതെ നമ്മൾ ഒത്തിരി ഒന്നും ആഗ്രഹിച്ചിട്ടൊന്നും. പറ്റുവാണെങ്കിൽ ഓരോ ആന ഓടി വന്ന് നമ്മുടെ ബന്ധിക്കെട്ട് ഇടിക്കുന്നു. അങ്ങനത്തെ ചെറിയ ടെറർ സീൻസ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലും നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ജീവൻ കളഞ്ഞ് ഞങ്ങൾ വൈറൽ വീഡിയോ ഉണ്ടാക്കാൻ തയ്യാറാ. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ വന്നെന്നുള്ള ഒരൊറ്റ തെറ്റുകൊണ്ട് ഇവരുള്ള 1, 2, 3, 4, 10 ആൾക്കാർ സഫർ ചെയ്യാണ്. അമ്മോ എൻ്റെ അമ്മേ കലിപ്പാക്കില്ലോ. ഗൈസ് ഇപ്പൊ പറഞ്ഞുള്ളൂ ജീവൻ കളഞ്ഞു. അതെ ചുമ്മാ പരിപാടിയാണെങ്കിൽ
ആരംഭിച്ചപ്പോ കണ്ടോ എൻ്റെ അമ്മ എൻ്റെ ഷെബിൻ ചേട്ടാ. ചെറിയൊരു ഉറക്കച്ചടം ഉണ്ടായിരുന്നു മാറിക്കില്ലേ. കുഞ്ഞിതാ അതൊരു കൊമ്പനാണ് ചിലപ്പോ മേടിച്ചാൽ നമ്മളല്ലേ. ഞാനിതിലും പേടിച്ച്. കൊമ്പനൊന്നും വേണ്ട. പക്ഷെ ഞാൻ ഡ്രൈവറെ സമ്മതിച്ചു കേട്ടോ. എന്റെ പൊന്നെ ഒന്ന് അരപ്പിച്ചപ്പോ ആശാനൊന്ന് അവൻ പിന്നോട്ടെടുത്ത സാധനമുണ്ട്. അയ്യോ ഗായ്സ്, ഞാൻ പറഞ്ഞില്ലേ ജീവൻ കളഞ്ഞു. ഞങ്ങൾ വൈറൽ കണ്ടന്റ് ഉണ്ടാക്കും. വേണമെങ്കിൽ ഞാൻ ഇവനെ കാട്ടിൽ തന്നെ പറഞ്ഞു വിടും, GPS ക്യാമറയും നെഞ്ചത്ത് വെച്ച്. അതിന് വരെ ഞാൻ തയ്യാറാണ്. ഇവന്റെ CID മുസേ പറഞ്ഞുണ്ടല്ലോ, ഇവനെ ജോലിക്ക് വിട്ടെങ്കിലും ഞാൻ ജീവിച്ചോളാം. തിരുമകനെ ഇവിടുത്തെ കാറ്റാണ് കാറ്റ്. അപ്പൊ ബാക്കിയുള്ളടത്തെ കാറ്റൊന്നും കാറ്റല്ലേ. ജയലാറിലെ രണ്ടാമത്തെ ദിവസത്തെ മൂന്നാമത്തെ സവാരിയും കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസം വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാത്ത ദിവസമായിട്ട് അങ്ങ് കടന്നു പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലത്തെ ഒരു സഫാരിയും കൂടെ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അതിലെന്തെങ്കിലും കിട്ടിയാൽ ഈ ട്രിപ്പ് നമുക്ക് വസൂലായെന്ന് വിചാരിക്കാം. അതർവൈസ് ആസ് യൂഷ്വൽ. ഓക്കെ, ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നാഗർകോളെ ടൈഗർ റിസർവിലെയും കബിനി ജംഗിൾ ലോഡ്ജ് റിസോർട്ടിലെയും അവസാന ദിവസമാണ് നമുക്കിതുവരെ ടൈഗറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ലാസ്റ്റ് സഫാരിക്കായിട്ട് പോവുകയാണ്. ദിസ് ഈസ് ദി ഫൈനൽ ചാൻസ്. നമുക്ക് നോക്കാം. ഇതാണ് സുഹൃത്തുക്കളെ മഹാരാജ ബംഗ്ലാവ്. മഹാരാജ ബംഗ്ലാവ് ഇവിടുത്തെ ഏറ്റവും പ്രീമിയം സ്റ്റേ ആണ്. ഇതാണ് ഗോൾഗർ കഫറ്റീരിയ. കോമൺ മെസ്സൊക്കെ വരുന്നത് ഇവിടെയാണ്. പട്ടുകൾക്കൊന്നും നമ്മളൊന്നും ഇഷ്ടപ്പെട്ടില്ലല്ലോ. നല്ല തണുപ്പുണ്ടോ അല്ലേ? ഇത്ര ദിവസം ഇത്രയും തണുപ്പില്ല. മേ ബി കടുവ പുറത്തിറങ്ങാൻ വേണ്ടി തണുപ്പ് പ്രകൃതി സൃഷ്ടിച്ചായിരിക്കാം. തണുപ്പെടുത്ത് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി മുട്ടുന്ന കടുവ പുറത്തേക്ക് ഇറങ്ങുന്നു, നമ്മളതിനെ കാണുന്നു. അതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു നിമിത്തം. കേട്ടോ, ഇന്ന് കണ്ടില്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴി ഞാൻ ഇറങ്ങി കാട്ടിലോട്ട് അങ്ങ് പോവാം ക്യാമറ ആയിട്ട്. കാണുന്നതിന് തൊട്ട് മുമ്പ് വരാമത് പ്രതീക്ഷ നല്ലതാ ആണല്ലേ. എന്നോട് കണ്ടില്ലെങ്കിൽ നല്ല പഷ്ട വരയാണെന്ന് കൂട്ടിയത് തലയില്. കടുവനേക്കാളും നല്ല വര നമ്മുടെ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് സഫാരി കാട്ടിലോട്ട് കയറിയേക്കുവാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഏസോണിലോട്ടാണ്. ഏസോണിൽ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ട്രൈ ആയിരുന്നു നമ്മൾ വന്നപ്പോൾ. ഇന്നലെ രാവിലെ ഏസോണിൽ വന്നപ്പോൾ ഭയങ്കര ട്രൈ ആയിരുന്നു. ഒന്നും കാണാൻ പറ്റില്ല. ഇന്നലെ വൈകുന്നേരം ഏറെക്കുറെ അതെ കണി തുടങ്ങി എൻ്റെ ഷെബിൻ ചേട്ടാ. മാൻകൂട്ടങ്ങൾ കാട്ടുപന്നി ദേവസ്ഥനെ വിളിയടാ. പിന്നെ ഈ കാട്ടിൽ ഒരു കിടിലൻ ഒരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? സായ എന്ന് പറഞ്ഞിട്ട് ഒരു കരിമ്പുലി, ബ്ലാക്ക് പാന്തർ ഉണ്ട്. അതിനെ 2 മാസമായിട്ട് ആരും കണ്ടിട്ടില്ല. മച്ചാനിവിടെ ഉണ്ടറാ. അങ്ങോട്ടാണല്ലോ പിന്നോട്ടാണല്ലോ പോയേ. ഫുട് മാർക്ക് ഓൺ ദാറ്റ് വേ. ഈ ബ്ലാക്ക് പാന്തറിന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മളെ കൊതിപ്പിക്കാനാണെന്ന് തോന്നുന്നു. 2 മാസത്തിന് ശേഷം ഇന്ന് ആദ്യമായിട്ട് ആരൊക്കെയോ സ്പോട്ട് ചെയ്തു എന്നിങ്ങനെ ഒരു ന്യൂസ് നമ്മുടെ വണ്ടിക്കാർക്ക് കിട്ടി. അപ്പൊ ഈ കുറെ കാൽപ്പാടുകളൊക്കെ കണ്ടു. അത് പുലിയുടേതാണോ അല്ലെങ്കിൽ സയ എന്ന് പറഞ്ഞ ആ ഒരു കരിമ്പുലിയുടേതാണോ എന്നൊക്കെ ഉള്ളൊരു ചർച്ചയൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കൂടെ ഡ്രൈവർ നമ്മളെ കൊതിപ്പിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ഈ സ്പോട്ടിൽ വെച്ച് കണ്ട കടുവയുടെ പടമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ഏസോണിലൂടെ കുറച്ചുകൂടെ കയറിങ്ങി വന്നപ്പോഴത്തേക്കിനും നമ്മൾ ഇന്നലെ പോയ റൂട്ടല്ല, ഇത് കുറച്ച് മാറ്റമുള്ള റൂട്ടാണ്. അപ്പോൾ ഈ കടുവയുടെ കാൽപ്പാട് റോഡിലിങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് അതിനെ ട്രേസ് ചെയ്തിട്ട് വന്നിട്ട് ഈ കടുവ വെള്ളം കുടിക്കാൻ വരുന്നൊരു പോണ്ടുണ്ട് ഇവിടെ, ഇതേ ബാഗിൽ കാണുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ വണ്ടി ഇട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് മച്ചാൻ വരുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി.
അങ്ങനെ കരിമ്പുലിയെ കണ്ടെന്ന് പറഞ്ഞ ആ സ്പോട്ടിലോട്ട് വളരെ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ പോയത്. കടുവയെ കിട്ടിയില്ലെങ്കിൽ അതിനെ കിട്ടിയാൽ തന്നെ ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കും. ഈ കാണുന്നത് ഇവിടുത്തെ ചെറിയ ടെമ്പിൾ അത്രേ. ഇതിന്റെ മുകളിൽ ഒരു ടൈഗർ സ്ഥിരമായിട്ട് വന്നിരിക്കുന്നു. ആ ടൈഗറിന്റെ പേരാണ് ടെമ്പിൾ ടൈഗർ. മാൻകൂട്ടങ്ങളും മയിലുകളും അല്ലാതെ അന്നും വലിയധികം കാഴ്ചകളൊന്നും നമുക്ക് അതുവരെ കാണാൻ പറ്റിയില്ല. എങ്കിലും ഈ ബ്ലാക്ക് പാന്തറിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ പിന്നെയും മുമ്പോട്ട് പോയി. കടുവയുടെയും കരിമ്പുലിയുടെയൊക്കെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വണ്ടിയൊക്കെ നിർത്തി കുറേ നേരം നമ്മൾ നോക്കി. നമുക്ക് കുറച്ച് മുമ്പിൽ പോയ വണ്ടിക്കാർക്ക് അതിനെ കാണാൻ പറ്റി. അതിൻ്റെ വീഡിയോ ഒക്കെ അവർ കാണിച്ചു തന്നായിരുന്നു. കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. എന്നാലും ഇതെന്തേ നമുക്ക് കിട്ടാഞ്ഞെന്നുള്ളത്. ബ്ലാക്ക് പാന്തർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ വണ്ടിയിൽ പിടിച്ചിരിക്കുകയാണ്. ബ്ലാക്ക് പാന്തർ പോയിട്ടൊരു കരിമ്പൂച്ചയിലും കണ്ടിരുന്നെങ്കിൽ, ചെറിയ സൈസെങ്കിലും. കബനി ശരിക്കും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആണ്. നിരാശയാക്കുവോ നിരാശയാക്കില്ലയോ എന്നൊക്കെ നമ്മുടെ സമയം പോലെ ഇരിക്കും. പക്ഷേ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അത് നിങ്ങൾക്ക് JLR വഴിയോ അല്ലെങ്കിൽ ബഡ്ജറ്റാണ് നോക്കുന്നതെങ്കിൽ ഡയറക്റ്റ് വന്നിട്ടാണേലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിരാശയുണ്ട് ചില കാര്യത്തിൽ, പക്ഷേ ചില കാര്യത്തിൽ വളരെ സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. അങ്ങനെ കബനി ട്രിപ്പ് നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ട് നേരെ ബന്ദിപ്പൂർ വഴി മസനഗുഡി പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.